ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഒറോട്ടിയാണ്. കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിലുള്ള മുട്ട റോസ്റ്റാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ മൂന്നും കൂടി ചതച്ചെടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും എണ്ണയിലിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. റെഡിയായി വരുന്ന സമയത്ത് അടുത്തതായി ഇതിലോട്ടേക്ക് സവാള ഇട്ട് കൊടുക്കാം. കനം കുറഞ്ഞരിഞ്ഞ സവാള മീഡിയം സൈസായിട്ടുള്ള 2 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം കളറ് മാറി വരുന്ന പാകത്തിൽ തന്നെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സവാളയുടെ ആ ഒരു അളവൊക്കെ കുറഞ്ഞ് നല്ല സോഫ്റ്റായി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി, പിരിയൻ മുളകും സാധാരണ മുളകും കൂടി പൊടിച്ചിട്ടുള്ള പൊടി 1.5 ടീസ്പൂൺ. ഇതില്ലെങ്കിൽ 2 നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ തന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ടേക്ക് നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്ന പാകത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു ഇത്തിരി പഞ്ചസാര കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുട്ട ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നമ്മൾ അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു മുട്ട റോസ്റ്റ് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒറോട്ടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാക്കറ്റിൽ ഒറോട്ടി പൗഡറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പത്തൽ ഒറോട്ടി പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ബ്രാൻഡിൻ്റെയും അവൈലബിൾ ആണ്. ഒറോട്ടിക്ക് അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് പൗഡറിൽ നിന്ന് ഏകദേശം ഒരു 2 കപ്പോളം ഒറോട്ടി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഒറോട്ടി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കൂടുതൽ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. ഉപ്പും അതുപോലെ തന്നെ ഒറോട്ടി പൗഡറും വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ മാവൊന്ന് തയ്യാറാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സൈസ് കനം കുറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. നല്ല വണ്ണത്തിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസായിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സാധാരണ നെയ്പ്പത്തിരിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമ്മൾ നല്ല ചൂടുള്ള പാനിലോട്ടേക്ക്, കല്ലുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ പാനിനകത്ത് വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് 2 സൈഡും നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1-2 തവണ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒറോട്ടി നന്നായിട്ട് പൊങ്ങി വരുന്നത് പോലെ കാണാം. അതുപോലെ കളറൊന്നും മാറി വരും. ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ടാകും. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ്. അതുപോലെ ഇതിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ചിക്കൻ കറിയോ ബീഫ് വരട്ടിയതോ മുട്ട റോസ്റ്റോ എന്ത് നോൺ വെജ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള മസാലക്കറി ആണെങ്കിലും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.